അജയ 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 നിക്ക് പോവല്ലേ അജയ. ജോസേ 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 അവിടെ 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 സായിപ്പിന്റെ പ്രേതം. അവിടെ സായിപ്പിന്റെ പ്രേതം. എവിടെ? അവിടെ മുകളില്. ഇങ്ങോട്ട് പാടാ. ഞാനല്ലോ, എനിക്കിഷ്ടല്ല. ഇങ്ങോട്ട് പാടാ. നടക്കാം. വാങ്ങട്ട്. എന്താ ഞാനാ ആര്? കീരിശേഖരൻ. എന്റെ അമ്മോ. ആരോട് ചോദിച്ചിട്ടാടാ സുന്ദര വിഹാറിൽ കയറി താമസം തുടങ്ങിയത്? സുബ്രൻ എന്റെ സുഹൃത്താണ്. ഇതെന്റെ സാമ്രാജ്യമാണ്. അതങ്ങ് പള്ളി പറഞ്ഞാ മതി. ഏത് പള്ളിയിലാണാവോ? പള്ളിയിൽ ശബ്ദിക്കരുത്, കൊന്നുകളയും ഞാൻ. നിങ്ങൾ എന്തിനാ ഞങ്ങളെ പുറകെ വരുന്നത്? അജയൻ നിങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോയി? ഒന്ന് കാണാൻ. ഇതൊരു തുടക്കം മാത്രം. നിങ്ങൾ ഓരോന്നിനെയും കൊണ്ടുപോയി കൊല്ലും ഞാൻ. ജോസേ നാവടക്കടാ നായേ. 2 ദിവസത്തിനകം ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ നിങ്ങളുടെ ചങ്ങാതിയെ എന്റെ ആളുകൾ ഇവിടെ കൊണ്ടുവന്നു വിടും. അല്ലെങ്കിൽ ഞങ്ങൾ പോയിക്കോളാം. ജോസേ സുറുമിയല്ലേ ഇത്? വണ്ടി നിർത്ത. നീ പോക്കോ. ഹലോ, ആരാ? എന്ത് വേണം? മുനീറല്ലേ? ഏത് മുനീർ? ഞങ്ങൾ ഇവിടെ 4 പേരേ ഉള്ളൂ. അതിൽ മുനീർ എന്ന് പേരുള്ള ഒരാളില്ല. കുട്ടിക്ക് വീട് മാറിയതായിരിക്കും. മുനീർ ഇവിടെ തന്നെയാ താമസിക്കുന്നത്. കരണ്ട, ഞാൻ അങ്ങാടി കൊണ്ടുപോയി വിടാം. ഒറ്റയ്ക്ക് പോണ്ട. പഴയ പോലെയല്ല, വീണ്ടും സുന്ദര വിഹാർ പ്രശ്നത്തിന്റെ വക്കില. അവനെ കാണാണ്ട് ഞാൻ പോവൂല. ഞാൻ ജീവൻ കൊടുക്കും. മോള് കരയല്ലേ, എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും. കുട്ടി കരയല്ലേ, ഇവിടെ അങ്ങനെ ഒരാളില്ല. കൂടാതെ ഞങ്ങളെ ചങ്ങാതിയെ കുറെ ഗുണ്ടകൾ പിടിച്ചുകൊണ്ടുപോയി. ഞങ്ങളിപ്പോ ആ വിഷമത്തിലാ. ഇല്ല, എന്റെ മാനം കളഞ്ഞ അവനെ ഞാൻ വിടില്ല. ആരാക്കാ? ഒരു മുനീറിനെ അന്വേഷിച്ചു വന്നതാ. മുനീർ, ഫ്രെഡി, ജാക്കി, എന്താ അത്? ആരവരൊക്കെ? ഈ പറയുന്ന മുനീറിന്റെ ഫോട്ടോ ഉണ്ടോ?
ഇതാ പറയുന്നത് ഒന്നിനും വിശ്വസിക്കാൻ പറ്റില്ല. കുട്ടി വാ. അത് എന്തൊരു കഷ്ടാന്ന് ആലോചിച്ചോക്ക്. ജോസേ, അജയ്, അമ്മേ, വാടാ, ഓടി വാ. അജയ, എന്ത് പറ്റിയാടാ? അജയ, വല്ലാണ്ട് ഉപയോഗിച്ചോ? അയ്യോ എന്തായത്? ആരവരൊക്കെ? എന്തിനാ നിന്നെ കൊണ്ടുപോയത്? ഡാ, 2 ദിവസത്തിനകം ഈ സുന്ദര വിഹാരം വിട്ട് പോയില്ലെങ്കിൽ എല്ലാരെയും കൊല്ലുന്ന അവരുടെ ഭീഷണി. പറ്റില്ലെന്ന് പറഞ്ഞതിനാ അവരെന്നെ തല്ലിയത്. അങ്ങനെ പേടിച്ചോടാൻ പറ്റൊന്നുമില്ല. എന്തും വരട്ടെ, ചത്താലും വിട്ടുകൊടുക്കില്ല ഈ സുന്ദര വിഹാരം. ആ പക്ഷേ ജോസഫ്, അവരോട് കളിക്കുന്നത് ബുദ്ധിയാണോ? ഇന്ന് രാത്രി മിക്കവാറും അവരോട് വരും, തീർച്ചയാ. ആരാണ് നാറികള്? വന്നവരെ കാല് തല്ലി പിടിക്കണം. കീരിശേഖരൻ. ഈശോയെ, ആ പന്നിയാണോ? ആ, ആ പെൺകുട്ടിയെ കൊണ്ടുവിടാൻ പോയ ബക്കർക്ക് അത് എവിടെ പോയി? ഏത് പെൺകുട്ടി? ഒരു പാവ മുസ്ലിം കുട്ടി. സുന്ദര വിഹാറിലെ മുനീറ എന്ന് പറഞ്ഞ അവളെ ആരോ പറ്റിച്ചു. പല തവണയായി ആ കുട്ടി ഇവിടെ വരുന്നു. ആരായിരിക്കും ഈ മുനീർ? ആരായിരിക്കും അജയ? ഏയ്, നമ്മളതൊന്നും തിരക്കണ്ട. വല്ല ചതിയാവും. പല കോലത്തിലല്ലേ പെണ്ണുങ്ങൾ ഇറങ്ങുന്നത്. ഞാൻ ബക്കറിക്കയെ തപ്പി വരാം. ഒറ്റയ്ക്കോ? വേണ്ട ജയ, അവരിനിയും. ഇനി എനിക്ക് മുന്നും പിന്നും നോക്കാനില്ല. വെട്ടിന് വെട്ട്. നീ പോയി വെട്ടിച്ചത്ത പിന്നെ ഞങ്ങളുടെ പണം, ജീവിതം. പേടിക്കണ്ട. നമുക്കുള്ള പണവുമായി നാളെ രാത്രി ഒരാൾ ഇവിടെ എത്തും. ഞാനിപ്പോ വരാം. എന്നാലും നീ ഒറ്റയ്ക്ക്. എനിക്ക് ആ വാസുവേട്ടനെ കാണണം. ആരാപ്പത് ഇവിടെ കൊണ്ടിട്ട്? എന്തൊരു കഥയാണ്. ആരാന്നറിയില്ലടാ. എവിടെടാ കുസുമം? കാര്യം പറഞ്ഞാലേ നീയൊക്കെ ഒലത്തത്തുള്ളൂ. ദിവസം പൂവായിട്ട് പോണത് കാണാറുണ്ട്, പക്ഷെ ഇന്ന് കണ്ടില്ല. അവളെ ആരെങ്കിലും സംരക്ഷിക്കുകയോ വക്കാലത്ത് പിടിക്കുകയോ ചെയ്താല് എല്ല് ഞാൻ ഊരും. അതെ, വല്ലാതെ അതേ കയറി നിരങ്ങണ്ട. മയക്കുമരുന്നാ കേസ്. എല്ലാരും അറിഞ്ഞാ നന്ന്.
വല്ലാണ്ട് ഉണ്ടാക്കിയാലേ കൂടെ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. സാറേ അതാ കുസുമം, അതാ. പിടിക്കവളെ. Catcher. താങ്ക്സ് ബേബി. ഇനി നീ വേണ്ട. വാസേട്ടാ, വാസേട്ടാ, ആ പടായെന്ന് നേരം വിളിക്കുമ്പോ വീട് ഇറന്നായിരിക്കും ഒരു വെടിക്കൂര അന്വേഷിക്കണ പരിപാടി. അതാ നിർത്തിക്കാളെ. ഓ ഇവന്റെ ഒരു പല്ലി കുത്തല്. എന്നാ ആ കൊല്ലി പോരെങ്കിൽ ഇതുകൊണ്ട് കുത്തിക്കോ. ഒരു പണിയെടുക്കില്ല, തിന്നാൻ വേണ്ടിയിട്ട് വരും. ഇതിന്റെ ഉള്ളില് മിഷീനാ തോന്നുന്നു. ദാ വാസേട്ടാ, ആ നമ്മളെ നാട് ഫേമസ് ആകും കേട്ടോ. എന്താണ്? ദാ പേപ്പറിലൊക്കെ വന്നിട്ടുണ്ട്. അരളിക്കരയിൽ മുഖംമൂടി ആക്രമണം പെരുകുന്നു. ദൈവമേ, ഈ മുഖമൂടിക്കാരുടെ ഒരു തല്ല് കാരണം പുറത്തിറങ്ങാൻ പറ്റാതായി. നമ്മളെ സുന്ദര വിഹാറിലേക്ക് പോണ വഴിക്ക് കംപ്ലീറ്റ് പ്രശ്നം. പോലീസിനെ വിളിച്ചാലോ? മുണ്ടായിരുന്നെങ്കിൽ ഇനി പോലീസ് വന്നാ ചോദ്യമായി, സംശയമായി, പിന്നെ നമ്മളെ തന്നെ പ്രതിയാക്കും. നമുക്കേ ഗ്രാമസഭ കൂടി അതാ തീരുമാനിക്കാം. നല്ലേ. എന്താണ് ഈ അക്രമങ്ങൾക്ക് പിന്നിലുള്ള ചേതോവികാരം? ഉഗ്രന് ശേഷം ഈ അരളിക്കര ഗ്രാമത്തിൽ എല്ലാ പ്രശ്നങ്ങളും തീർന്നതായിരുന്നു. അവന്റെ മകൻ കീരിയെ നമ്മൾ ഇവിടുന്ന് ഓടിക്കുകയും ചെയ്തു. ശേഷിക്കുന്ന സുന്ദരവിഹാർ ഈ ഗ്രാമക്കാർ പേടിക്കുന്ന ഒരു പിശാചുകോട്ടയായി. പിന്നെ ആ ഭീതി ഒഴിവാക്കാൻ വേണ്ടി സുബ്രു എന്നൊരാളെ ഏൽപ്പിച്ചതാണ്. അയാൾ സൗജന്യമായി 4 ചെറുപ്പക്കാർക്ക് താമസിക്കാൻ കൊടുത്തു. അതിനുശേഷം ഈ നാട് സമാധാനത്തിന്റെ ഗ്രാമമായി മാറി. പിന്നെ ഇപ്പം വീണ്ടും എന്താ ഇങ്ങനെ? വീണ്ടും ആ കീരി തിരിച്ചു വന്നു തോന്നണേ. ഇവിടെ ആരോ അവർക്ക് സംരക്ഷണം കൊടുക്കുന്നുണ്ട്. ആരായാലും ഓന്റെ കാല് തല്ലൊടിച്ച് തണ്ടാൻ വിടണം, അതാ വേണ്ടി. കള്ളം കപ്പലിലാണോ വെള്ളത്തിലാണോ എന്ന് അറിയണം. എന്തായാലും ഇന്ന് രാത്രി തൊട്ട് സുന്ദരവിഹാറിന് നിങ്ങൾ കാവൽ നിൽക്കണം. സംശയകരമായി ആരെ കണ്ടാലും പിടിച്ചു കെട്ടണം. നിങ്ങൾ 4 പേരും മാറി നിൽക്ക്. ഇതാ, ഇന്ന് ഈ 4 പേരും നമ്മുടെ ഗ്രാമത്തിന്റെ ഐശ്വര്യമാണ്. അവരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ബിരുദധാരിയായ അജയന് പട്ടണത്തിൽ ഒരു ജോലി ശരിയാക്കി കൊടുക്കുന്നുണ്ട്. എന്നാ ഇനി എല്ലാവർക്കും പോകാം. സഭ പിരിച്ചുവിട്ടിരിക്കുന്നു. തങ്കനിലാവുമ്മ വയ്ക്കും പാലാഴിപ്പോലൊരു രാത്രി, ഈ രാത്രിയിൽ അന്തിയുറങ്ങാ 1000 കിനാവുകളുണ്ട് ഞങ്ങൾക്കായിരം കിനാവുകളുണ്ട്. ഇന്നല്ലോ ഇന്നല്ലോ ആനക്കേറാമലയാഘോഷം, വന്നല്ലോ വന്നല്ലോ അതിരിപ്പൂത്തിരി ആഘോഷം. ഇന്നല്ലോ ഇന്നല്ലോ ആനക്കേറാമലയാഘോഷം,
വന്നല്ലോ വന്നല്ലോ അതിരി പുത്തിരി ആഘോഷം. മാനത്തമ്മിളി മാമനുണ്ടേ, മിന്നും താരമുണ്ടേ. മാനത്തമ്മിളി മാമനുണ്ടേ, മിന്നും താരമുണ്ടേ. ഇന്നല്ലോ ഇന്നല്ലോ ആനക്കേറാമലയാഘോഷം. വന്നല്ലോ വന്നല്ലോ അതിരി പുത്തിരി ആഘോഷം. ചിലു ചിലു ചിലങ്ക കെട്ടി അരമണി കിലുക്കി മെല്ലെ തേനാറു നിരയായി ഒഴുകുന്നുണ്ടേ. ചിലു ചിലു ചിലങ്ക കെട്ടി അരമണി കിലുക്കി മെല്ലെ തേനാറു നിരയായി ഒഴുകുന്നുണ്ടേ. സ്നേഹം നിറദീപം തെളിയുന്ന ഗ്രാമത്തിന്, സ്നേഹം നിറദീപം തെളിയുന്ന ഗ്രാമത്തിന് പാലാഴി തീർക്കും നിലാവേ. ഇന്നല്ലോ ഇന്നല്ലോ ആനക്കേറാമലയാഘോഷം. വന്നല്ലോ വന്നല്ലോ അതിരി പുത്തിരി ആഘോഷം. കാറ്റിന് കഥയുണ്ട്, കളിയും കനവുമുണ്ട്, നീലനിലാവിന് നാണമുണ്ടേ. കാറ്റിന് കഥയുണ്ട്, കളിയും കനവുമുണ്ട്, നീലനിലാവിന് നാണമുണ്ടേ. സ്നേഹം നിറദീപം തെളിയുന്ന ഗ്രാമത്തിന്, സ്നേഹം നിറദീപം തെളിയുന്ന ഗ്രാമത്തിന് മധുരം പകരുന്ന കാറ്റേ. ഇന്നല്ലോ ഇന്നല്ലോ ആനക്കേറാമലയാഘോഷം. വന്നല്ലോ വന്നല്ലോ അതിരി പുത്തിരി ആഘോഷം. ഇന്നല്ലോ ഇന്നല്ലോ ആനക്കേറാമലയാഘോഷം. വന്നല്ലോ വന്നല്ലോ അതിരി പുത്തിരി ആഘോഷം. മാനത്തമ്മിളി മാമനുണ്ടേ, മിന്നും താരമുണ്ടേ. മാനത്തമ്മിളി മാമനുണ്ടേ, മിന്നും താരമുണ്ടേ. ഇന്നല്ലോ ഇന്നല്ലോ ആനക്കേറാമലയാഘോഷം. വന്നല്ലോ വന്നല്ലോ അതിരി പുത്തിരി ആഘോഷം. ആരുമില്ലേ? ജോസേട്ടാ, ബക്കർക്കാ, ഇവിടെ ആരുമില്ലേ? ഒന്ന് വേഗം വരുവോ? വേഗം വാ, മൊബൈലിന് മുനീറിന്റെ ഫോട്ടോ ഉണ്ട്. എല്ലാരും അത് എവിടെ പോയി കിടക്ക? ജോസേട്ടാ, മുനീർ, നീ ഇവിടെ? നീ എന്നെ ചതിക്കായിരുന്നു അല്ലേ? അപ്പൊ നീയാണോ അജയൻ? യെസ്.
ദാറ്റ്സ് മീ. എന്തിനാ ഇങ്ങനെ? വാ മുനീർ, നമുക്ക് പോവാം. വാ. നോ ബേബി, ഐ ആം നോട്ട് മുനീർ. ഐ ആം ജാക്കി. ജാക്കി. ഞാൻ എന്റെ മനസ്സ് ശരീരവും നിനക്ക് തന്നില്ലേ, എന്നിട്ട് നീ എന്നെ ചതിച്ചു. നീ ചതിയനാ. ആ നല്ല കൂട്ടുകാരെ നീ ചതിക്കും. ഞാനിത് എല്ലാരോടും പറയാൻ പോവാ. നീ പറയൂ, ഞാൻ ജാക്കിയാണോ? നീ പറയൂ. പറയും. നീ പറയൂടി. ഞാൻ പറയും. പറയൂ. മാറ്. നീ പറയൂ. നീ പറയൂടി. ആരാ? വി ആർ ഫ്രം IB. എവിടെയാടോ ശേഖരൻ? ശേഖരൻ യോഗാസനത്തിലാണ്. ഇപ്പൊ കാണാൻ പറ്റില്ല സാർ. മാറി നിൽക്കടോ. കമോൺ. കുടിക്കാൻ ചായയോ അതോ? ഞങ്ങള്
നിങ്ങളുടെ സൽക്കാരം കൂടാൻ വന്നതല്ല. യു ആർ അണ്ടർ അറസ്റ്റ്. സംസ്ഥാനത്തെയും കേന്ദ്രത്തെയും പറ്റിച്ചു നിൽക്കുന്ന ഒരു ക്രിമിനലാണോ നീ? നടക്കടാ. ഈ ഓലപ്പാമ്പ് കൊണ്ട് നിങ്ങൾ എന്നെ ഒലത്തു. മോനെ ഗിരിനാഥ, വാക്കുകൊണ്ടല്ല തോക്കുകൊണ്ട് അമ്മാനമാടുന്നവനാ ഈ കീരിശേഖരൻ. ഈ കണ്ടെയ്നറിലേക്ക് 1 കിലോ അരിയൊന്നും കയറ്റി അയച്ചാ മുതലാവൂല. മുതലും പലിശയൊക്കെ കോടതി തീരുമാനിക്കും. നടക്കടാ. നമ്മുടെ സുന്ദരവിഹാറിന്റെ പരിസരത്ത് ജഡം ഒരു പെൺകുട്ടീനാണ് തോന്നണേ. ഈശ്വര, ആരാ എന്താന്നിട്ട് അറിയോ? നമ്മുടെ തോരപ്പനും കാണാനില്ല. എല്ലാം കഴിഞ്ഞ് ഇനി ഒരു രക്ഷയില്ല. ഇവിടെ നമ്മളും കുടുങ്ങും. കേസ് കൊലപാതകം. പറഞ്ഞ് എല്ലാം കൂടി നമ്മളെ തലേക്ക് ആക്കല്ലേ. ജയിലും മുന്തോ. ഇത് അവന്മാരായിരിക്കും ചിലപ്പോ. ആര്? എന്താ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ആള് കുടിക്കുന്നു? എന്താ പ്രശ്നം? ഒരു പാവമ്പണിനെ കൊന്നിട്ട് വലിയ ആളാവുന്നോ? എന്താ പ്രശ്നം? നിങ്ങൾ എന്താ പറയുന്നത്? ഒരു കാര്യം പറ. ഞങ്ങൾക്കൊന്നും അറിയില്ല. ഞങ്ങൾ എന്ത് വർത്താനാണ് പറഞ്ഞത്? കാര്യം വ്യക്തമായിട്ട് പറ. അതാണ് സാറേ, സുന്ദരവിഹാറിന്റെ പരിസരത്ത് ഒരു പെൺകുട്ടിന്റെ ശവം കണ്ടിട്ടുണ്ട്. അതിന്റെ കാരണക്കാർ ഈ പന്നിയാളാന്ന് ഞങ്ങൾ. സാറേ, ഞങ്ങൾക്കൊന്നും അറിയില്ല സാറേ. ബക്കർഖാന്റെ പെങ്ങളുടെ കല്യാണത്തിൽ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ടൗണിൽ പോയതാ സാറേ. കല്യാണം നമുക്ക് സെൻട്രൽ ജയിലിൽ കൂടാ. ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല സാർ. അവളെ കൊന്നത് ചിലപ്പോ കീരിയായിരിക്കും. കീരിനും പാമ്പിനൊക്കെ ഞങ്ങൾ നേരത്തെ പൊക്കിയിട്ടുണ്ട്. ഇത് അവരല്ല, നിങ്ങളാ. ഞങ്ങൾക്ക് ആരും വേദനിപ്പിക്കാൻ അറിയില്ല സാർ. ആഹാ, കൊല്ലാനറിയോ? എവിടാ നിങ്ങളുടെ കൂട്ടാളി അജയൻ? അവൻ പാവാണ് സാർ. ഈ ഗ്രാമത്തില് മയക്കുമരുന്നും കള്ളും പെണ്ണും ഇപ്പം കൊലപാതകവും. നിങ്ങളല്ലാതെ മറ്റാരും അത് ചെയ്യില്ല. സുന്ദരവിഹാർ താമസിക്കാൻ നിങ്ങളല്ലടാ സാർ. ഞങ്ങൾക്ക് അജയനെ കാണണം. പാവം, അവനും ഒന്നും അറിയാതെ എത്ര അടിയുണ്ടതാ. ഇതും കൂടി അവന് താങ്ങാൻ പറ്റില്ല സാർ. പ്ലീസ്. ഇനിയും വക്കാലത്ത് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുന്നോ? സാർ പ്ലീസ്. ഞങ്ങളൊന്നും ചെയ്യലെന്ന് പറ വാസോട്ട. ഒന്ന് പറ. പട്ടിണിയും പ്രാരാബ്ദം സഹിക്കാൻ പറ്റാതെ നാട് വിട്ട് ഓടിപ്പോന്നതാ. കുടുംബത്ത് ഭാര്യയും കുട്ടികളും ഞങ്ങളെ കാത്തിരിക്കുക സാർ. ഇതുവരെ ഒരു ഉറുമ്പിനെ പോലും ഞങ്ങൾ നോവിച്ചിട്ടില്ല സാർ. സാർ, ഞങ്ങളെ സ്വപ്നങ്ങൾ തകർക്കരുത്. ഞങ്ങൾ സാറിന്റെ കാല് പിടിക്കണം. ഞങ്ങൾ നിരപരാധികളാണ് സാർ. ഞങ്ങളെ പോകാൻ അനുവദിക്കണം സാർ. സുഖരത പെങ്ങള്, വാദം പിടിച്ചിരിക്കുന്ന അമ്മ, ഇവർക്കെല്ലാം ഏകാശനം ഞാനാണ് സാറേ. പോകാൻ അനുവദിക്കണം. നിങ്ങൾ നാടകം കളിക്കണ്ട. സത്യം ഞാൻ തെളിയിച്ചോളാം. എനിക്ക് അവനും കൂടി കിട്ടണം. കേട്ടടാ? കേരള വണ്ടിയില് വണ്ടി കേറടാ. കേട്ടടാ അവനെ. Who are you? You! Stop! Stop! Who are you? Hey! Hey! No!
Me, John Alexander. ഛേ.